ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൻ്റെ കളക്ഷനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കണക്കുകളോടും കഥകളോടും കുഞ്ചാക്കോ ബോബൻ മനോരമ ഓൺലൈനോട് പ്രതികരിച്ചു. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൻ്റെ മുടക്കുമുതലിനെ പറ്റിയോ വിജയത്തെപ്പറ്റിയോ സംസാരിക്കേണ്ടത് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ ആണ്. ഞാനോ സംഘടനാ ഭാരവാഹികളോ അല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവ് 13 കോടി അല്ല, അതിനേക്കാൾ വളരെ കൂടുതലാണ്. നിർമ്മാതാക്കൾക്ക് തിരിച്ചു കിട്ടിയത് 11 കോടിയുമല്ല, അതിൻ്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ ആയിരിക്കും. 11 കോടി രൂപ എന്നത് സംഘടനയുടെ പ്രതിനിധികൾ പറഞ്ഞത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം നിർമ്മാതാവിന് ലഭിച്ച വിഹിതമായിരിക്കും. എന്നാൽ അങ്ങനെ ലഭിച്ച തുക പോലും 11 കോടിയിൽ കൂടുതലാണ്. അവരുടെ കണക്ക് കൃത്യവുമല്ല, വ്യക്തവുമല്ല. കണക്ക് പറയുകയാണെങ്കിൽ കൃത്യമായി തന്നെ പറയണം. 50 കോടി ക്ലബിൻ്റെ അടിസ്ഥാനം സിനിമയുടെ മൊത്തം കളക്ഷനാണ്. തിയേറ്റർ ഉടമകൾക്ക് നൽകിയ വിഹിതവും സർക്കാരിലേക്ക് അടച്ച ടാക്സും ഉൾപ്പെടെയുള്ള തുകയാണിത്. ഞങ്ങളുടെ സിനിമ ഏതാണ്ട് 30 കോടിയോളം രൂപ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ഇതുവരെ കളക്ട് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ കേരളത്തിന് പുറത്തും നല്ല രീതിയിൽ ചിത്രം സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ കളക്ഷൻ കൂടി കണക്കാക്കുമ്പോൾ ഉറപ്പായും 50 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടാവും. OTT, സാറ്റലൈറ്റ്, ഓഡിയോ റൈറ്റ്, ഡബ്ബിംഗ് റൈറ്റ് തുടങ്ങിയവയുടെ വിൽപ്പനയിലൂടെ ലഭിച്ച വലിയ തുകകളും ഇതിനൊപ്പം വരില്ലേ? അതൊക്കെ എന്താണ് ഇവർ കണക്കിൽ ഉൾപ്പെടുത്താത്തത്? നിർമ്മാതാവിന് ഏതൊക്കെ രീതിയിലാണ് വരുമാനം വരുന്നതെന്ന് അറിയാത്തവരാണോ സംഘടനയുടെ പ്രതിനിധികൾ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഈ സിനിമ മുടക്കുമുതലിൻ്റെ 3/4 പങ്കും തിരിച്ചു പിടിച്ചിരുന്നു. റിലീസ് ചെയ്ത് 3-ാമത്തെ ദിവസം ലാഭത്തിലേക്ക് കടന്ന ചിത്രമാണിത്. ആരാണ് OTT, സാറ്റലൈറ്റ് ബിസിനസ്സുകൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നതിൻ്റെ ഉത്തരവാദികൾ? ആരാണ് അതിനു കാരണക്കാർ? നിർമ്മാതാക്കൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണത്. ഇത്തരം കച്ചവടങ്ങളുടെ മാനദണ്ഡം 3 കാര്യങ്ങളാണ്. 1. താരങ്ങളുടെ സാന്നിധ്യം. 2. സംവിധായകനും തിരക്കഥാകൃത്തും ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രവർത്തകരുടെ മുൻകാല ചിത്രങ്ങളുടെ വിജയക്കണക്ക്. 3. സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി. താരങ്ങളെ ഗസ്റ്റ് അപ്പിയറൻസിൽ കൊണ്ടുവന്നിട്ട് അവർ നായകന്മാരാണെന്ന് പറഞ്ഞ് കൂടുതൽ തുകയ്ക്ക് ഡിജിറ്റൽ കച്ചവടങ്ങൾ നടത്തി പറ്റിച്ചത് ആരാണ്? 10 കോടിയുടെ പടം എന്ന് പറഞ്ഞിട്ട് 3 കോടിയുടെ ക്വാളിറ്റി ഇല്ലാത്ത പടം പിടിച്ച് ഡിജിറ്റൽ പാർട്ണർമാരെ പറ്റിച്ചത് ആരാണ്? അവരുടെ വിശ്വാസ്യത കളഞ്ഞു കുളിച്ചത് അവർ തന്നെയാണ്. അതുകൊണ്ടാണ് ക്വാളിറ്റിയുള്ള ചിത്രങ്ങളുമായി ചെന്നാൽ പോലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ സിനിമകൾ വാങ്ങാത്തത്. ശമ്പളം കുറയ്ക്കണമെന്ന് പരാതി പറയുന്ന നിർമ്മാതാക്കളുടെ ചിത്രത്തിൽ ഞാൻ സൗജന്യമായി അഭിനയിക്കാം. കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും അവർ എടുത്തോട്ടെ. കേരളത്തിന് പുറത്തെയും വിദേശത്തെയും കളക്ഷനും OTT, സാറ്റലൈറ്റ് തുടങ്ങിയ വകയിൽ കിട്ടുന്ന പണവും എനിക്ക് തന്നാൽ മതി. അങ്ങനെ കിട്ടുന്ന തുക ഇവർ കണക്കിൽ കൂട്ടുന്നില്ലല്ലോ. സിനിമയിലെയും ജീവിതത്തിലെയും ഇമേജിനെ രണ്ടായി തന്നെ കാണാം. വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യണം എന്നത് നടൻ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹവും ആവശ്യവുമാണ്. അതുകൊണ്ടാണ് ഹരിശങ്കർ എന്ന ശോഭിക്കുന്ന പോലീസുകാരൻ്റെ വേഷം ഏറ്റെടുത്തത്. സത്യം തുറന്നു പറയുന്നതും അതും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഞാൻ പണ്ടും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ അഭിപ്രായം സത്യസന്ധമായി തന്നെ പറയുന്നയാളാണ്. അത് മാന്യമായി ഭാഷയിലായിരിക്കുമെന്ന് മാത്രം. ആരെയും വേദനിപ്പിക്കാനോ തോൽപ്പിക്കാനോ